ഞാൻ മഞ്ജുവിലേക്ക് വരാം. ഡോക്ടർ എൽസിയുമനിലേക്ക് പോവുകയാണ്. ഡോക്ടർ, നമ്മൾ എവിടെ തടയിടണമെന്നുള്ളിടത്ത് നമുക്ക് ഒരുപാട് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ, താര പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുമായി അടുക്കാൻ താര പറയുന്നു. ഒപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ എന്നും അവർക്കൊപ്പം ഇരുന്ന്, അല്ലെങ്കിൽ അവരെ സംശയത്തോടെ തന്നെ നമ്മൾ പലപ്പോഴും കാണണമെന്ന് മഞ്ജു പറഞ്ഞു. നമ്മൾ എങ്ങനെ കുട്ടികളുമായി അടുക്കുമെന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അവരുടെ ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഇടയിൽ കടന്ന് വളരുന്ന കുട്ടികളാണ്. അവർക്ക് മൊബൈൽ ഫോൺ വേണം എന്ന് പറഞ്ഞാൽ വേണം എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ വാശി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ എങ്ങനെ അവരെ തല്ലണോ അല്ലെങ്കിൽ തലോടണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആശങ്ക രക്ഷിതാക്കളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക ഡോക്ടർ? ലഹരി ഉപയോഗം എന്തുകൊണ്ട് കുട്ടികളിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ജനിതകം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. വീട്ടിലിപ്പോൾ മദ്യപിക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളിന്റെ തലമുറയ്ക്ക് ലഹരി ഉപയോഗത്തിന് പോകാനുള്ളൊരു വാസനയുണ്ട്. രണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ പിരിപിരിപ്പിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നമോ പെരുമാറ്റ പ്രശ്നമോ ഒക്കെയുള്ള കുട്ടികളുണ്ടല്ലോ. അനുസരിക്കാത്ത കുട്ടികൾ, ശാഠ്യമുള്ളവർ, ദേഷ്യമുള്ളവർ, അങ്ങനെ പ്രശ്നമുള്ള കുട്ടികൾ ഒരു കൗമാരപ്രായം എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ ഈ ലഹരി ഉപയോഗത്തിലേക്ക് വഴിതിരിഞ്ഞു പോകാനും മറ്റ് ഇതര കൂട്ടുകെട്ടുകളിലേക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ തടയിടേണ്ടത്, ഇവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ LKG പോകുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് പിക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിൽ ഒരു 10-30 പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും 1-2 കുട്ടികൾ ഞാൻ ഈ പറയുന്ന ഗണത്തിൽപ്പെടുന്നതായിരിക്കും. ആ കുട്ടികളെ സ്പോട്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പേരൻസിനും ഒപ്പം ഇത് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഫിൽട്ടറിങ് നടക്കേണ്ടത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെയാണ്. പിരിവിരിപ്പിന്റെ പ്രശ്നമുണ്ടോ, പെരുമാറ്റ പ്രശ്നമുണ്ടോ, അനുസരിക്കായ്മയുണ്ടോ, അല്ലെ അത്തരം ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയ്ക്കും അത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധ്യം, അതനുസരിച്ച് കുട്ടികളെ സ്ക്രീൻ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു ഇന്റർവെൻഷൻ ആ പ്രായത്തിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല ഡിഫറെന്റ് ഫാക്ടേഴ്സ് കൊണ്ട് കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാം. അതൊരു പക്ഷേ ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം, എന്താണെന്ന് കണ്ടുപിടിക്കാനാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഉത്കണ്ഠയോ വിഷാദമോ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് അവർ സ്വയം കണ്ടുപിടിക്കുന്ന മാർഗമായിരിക്കാം. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഞാൻ അതിന് ചികിത്സ നൽകാതെ, അത് അഡ്രസ്സ് ചെയ്യാതെ, ആ കുട്ടി ആങ്സൈറ്റി ലഘൂകരിക്കാൻ ഒരു ഫ്രണ്ട് കൊടുക്കുമ്പോൾ, ലഹരി കഴിക്കുമ്പോൾ അവനിപ്പോൾ ധൈര്യം വന്നുവെങ്കിൽ പിന്നെയും അവൻ പോയി അത് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ എന്ത് കാരണം കൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്ന് നോക്കിയപ്പോൾ ഉത്കണ്ഠയാണെങ്കിലും വിഷാദമാണെങ്കിലും അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ക്യൂരിയോസിറ്റി കാരണമോ അല്ലെങ്കിൽ പിയർ പ്രഷർ, പ്രത്യേകിച്ചും കൗമാരക്കാര് ഹൈ റിസ്ക് ബിഹേവിയറിലേക്ക് ഇൻഡൽജ് ചെയ്യാൻ, പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്ത് ചാടാനുള്ള പ്രവണതയുള്ള കുട്ടികളാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ഈ ഒരു ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന കാരണം കൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കൗമാരപ്രായക്കാർക്ക് ഒരു സവിശേഷതകൾ ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഈ സവിശേഷത ഉള്ളപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും അധികം അഡ്രസ് ചെയ്യേണ്ടത് കഴിഞ്ഞ 30 വർഷമായിട്ട് പേരന്റിങ്ങിൽ വന്നിട്ടുള്ള അധപതനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 30 വർഷമായിട്ട്, അതിന് മുന്നിലത്തെ തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തരത്തിൽ പേരന്റിങ് അധപതിച്ചു എന്ന് വളരെ വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. എന്തും രണ്ട് തരത്തിലുള്ള പേരന്റിങ് ആണ് ഇപ്പോൾ കാണുന്നത്. ഒന്ന്, ഈ ഓട്ടത്തിനിടയിൽ, തിരക്കിനിടയിൽ, ഓട്ടപ്പാച്ചിലിനിടയിൽ കുട്ടികളുടെ ഒപ്പം സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. കുട്ടി വീട്ടിലോട്ട് വരുമ്പോൾ ആദ്യമേ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലെടുക്കുന്നു. എന്തുകൊണ്ട്? വീട്ടിൽ സംസാരിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്നില്ല. അത് കാരണം ഈ തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത. അല്ലെങ്കിൽ അവരെ തീരെ നിഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഇമോഷണൽ സപ്പോർട്ട്, അവർക്ക് വേണ്ടുന്ന വൈകാരിക പിന്തുണ അത്തരം രീതിയിൽ പേരൻസിന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒന്നുകിൽ ആ തരം ഒരു പേരന്റിങ്, അല്ലെങ്കിൽ എന്തും ഏതും കൊടുക്കുക, ചോദിക്കുന്നതിനപ്പുറം കൊടുക്കുക. പല വീടുകളിലും ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, ജിപേ ഹാൻഡിൽ ചെയ്യുന്നത് ഇതൊക്കെയും കുട്ടികളാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് വരുത്തുന്നു. ഏത് ഫുഡ് വേണോ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നു. അത് കഴിയുമ്പോഴായിരിക്കും പേരൻസ് അറിയുന്നത്. അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് പോലും ആക്സസിബിലിറ്റി പേരൻസ് തുറന്നു കൊടുത്തിരിക്കുന്നു. കുട്ടികളെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ മാത്രമല്ല, അത് വലിയ അഭിമാനത്തോടെ നമ്മൾ കാണുകയും ചെയ്യും. അത് തന്നെ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്, ട്രെൻഡാണ്. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ് എന്ന് പറയുന്നത്. അത് തന്നെ തെറ്റാണ്. എങ്ങനെ ഒരു പേരന്റിന് ഫ്രണ്ട് ആകാൻ പറ്റും? ഫ്രണ്ട് എപ്പോഴും ഫ്രണ്ടാണ്. ഫ്രണ്ട്സിന്റെ ജോലി എന്താ? എല്ലാ കുരുത്തക്കേടിനും ഒപ്പം നിൽക്കുക. അതാണ് ഫ്രണ്ട്സ് ചെയ്യുന്നത്. കാരണം പിയർ പ്രഷറിൽ അങ്ങനെയാണ്, ആ സൗഹൃദം അങ്ങനെയാണ് സൗഹൃദം വളരുന്നത്. അതേപോലെ എല്ലാ കുരുത്തക്കേടിനും ഒപ്പം നിൽക്കുന്നതാണോ അതാണോ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? മാതാപിതാക്കൾക്ക് ഒരിക്കലും ഫ്രണ്ട് ആകാൻ പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയായിരുന്നു, എന്തും വന്ന് പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് എന്തുകൊണ്ട് ഞങ്ങളോട് മറച്ചു വെച്ചു എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഫ്രണ്ടായിട്ടിരുന്നാൽ എല്ലാം വന്ന് തുറന്നു പറയുമോ? ഒരിക്കലുമില്ല.
അപ്പൊ പേരന്റിങ്ങിൽ വന്നിട്ടുള്ള വളരെയധികം ഗ്രോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഡെഫിഷ്യൻസീസ് ഉണ്ട്. എന്തും കിട്ടി ശീലിച്ച കുട്ടികൾ അവർക്ക് പിന്നീട് ഇപ്പോൾ വീട്ടിൽ നോ പറഞ്ഞ് കേട്ടിട്ടില്ല, വീട്ടിൽ തോൽവി കിട്ടിയിട്ടില്ല. ഒരു സ്നേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ അച്ഛനമ്മയും തോറ്റു കൊടുക്കും. എന്തിനാണ്? കൊച്ചിന്റെ ഒരു സന്തോഷം താൽക്കാലികമായിട്ട് കാണാനായിട്ട്. അങ്ങനെയെല്ലാം വീട്ടിൽ തന്നെ ജയിച്ച് പഠിച്ച് വന്നവര് നാളെ ഗേൾഫ്രണ്ട് ഒന്ന് നോ പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ അക്രമത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിലേക്ക് പോകും, അല്ലെ ആ ഗേൾഫ്രണ്ടിനെ കൊന്നുകളയാനുള്ള വ്യഗ്രത വരുന്നു. അപ്പോ ഇത്തരം തരത്തിലുള്ള അത് തന്നെയല്ല, ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടീച്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സിന് പറ്റാത്തപ്പോൾ ഞങ്ങളെപ്പോഴുള്ള അടുത്തോട്ട് വിടും. അപ്പൊ ഇങ്ങനെ പ്രശ്നമുണ്ട് കുട്ടിക്കെന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ പോലും ഇപ്പോഴത്തെ ന്യൂ ജെൻ പേരൻസിന് ഇല്ല. നമ്മൾ 2K കിഡ്സ് എന്ന് പറയുമ്പോൾ ന്യൂ ജെൻ പേരൻസിനെ കുറിച്ച് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്നതുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, അത് അന്നേരം വന്നതാണ് എന്ന് കുട്ടികളെ ന്യായീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതീതി നമ്മുടെ പേരൻസിനിടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയും തന്നെ കുട്ടികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ കൂടുതലേ ഉള്ളൂ, കുറയാനല്ല പോകുന്നത്. ഇപ്പോൾ ലഹരി ഉപയോഗമാണെങ്കിലും പലപ്പോഴും മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും, കഞ്ചാവ് കേസിന് പിടിക്കപ്പെട്ടു, കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരും. വരുന്ന പേരൻസിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കൗൺസിലിംഗ് നടത്തിയെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. കാരണം എന്നാലേ സസ്പെൻഷൻ പിൻവലിച്ച് കുട്ടിയെ തിരിച്ച് കൊണ്ടുപോകത്തുള്ളൂ. ഫസ്റ്റ് സെഷനിൽ തന്നെ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് തായോ എന്നുള്ളത് നമ്മളെ പ്രഷറൈസ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയാൽ പിന്നെ ഇവരെ കാണത്തേ ഇല്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കുട്ടിയെ തിരിച്ചും അത് അന്നേരത്തെ ഒരു ഇതിൽ അങ്ങനെ പെട്ടുപോയതാ, ഇനി അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെയും വന്ന് ന്യായീകരിക്കും. തുടക്കത്തിലൊക്കെ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ആ സെഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ആകാതെ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല എന്ന് തന്നെ പറയും. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഓടിക്കതച്ച് വരുന്ന പേരൻസ് ഉണ്ട്. അവർക്ക് തന്റെ കുട്ടി ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു, അല്ലെങ്കിൽ അതൊരു വാണിംഗ് സൈനാണ്, ഇനിയും അവൻ അതേ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യത ഏറെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് പോലുമില്ല. അവിടെയും ഫ്രണ്ട്സിനെ പഴി പറയുക, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്ന് സാഹചര്യത്തെ ന്യായീകരിച്ച് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് തിരിച്ചു വിടുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അത് അത്തരം വന്ന കുട്ടികൾ പിന്നെ വരാറേ ഇല്ല. പിന്നെ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായി പോലീസ് അന്വേഷിച്ചു വരും. അന്നേരം പറയും ഇന്ന ഡോക്ടർ അടുത്ത് പോയിരുന്നു എന്ന്. അപ്പൊ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇത് ആ കുട്ടിയായിരുന്നു, ആ സമയത്ത് വേണ്ട ഇന്റർവെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നൊരു ക്രിമിനലായി മാറും. വ്യക്തമാണ് ഡോക്ടർ എൽസ്യൂമൻ. ഞാൻ